എങ്ങനെ അറിഞ്ഞത്? അയ്യോ, സത്യം പറഞ്ഞാൽ ഞാനിവിടെ എഴുപുന്നയിലൊരു ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് ഫൈനൽ ലിസ്റ്റിൽ ഇങ്ങനെ മോനുണ്ട്, മമ്മൂട്ടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നു പറയുന്നു. പക്ഷെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഇന്ന് കാലത്തെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും പൃഥ്വിരാജിനാണെന്നാണ് കേൾക്കുന്നത്. നമ്മൾ കുറേ കൂടെ ആ പറച്ചിലൊരു ശക്തി വന്നു. ഇതൊക്കെ നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എഴുപുന്ന. അപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ്. 12, 20, 40 ആയപ്പോഴത്തേക്ക് എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങി. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല. പക്ഷേ ഇത്തവണ എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് ആലോചിക്കുമ്പം എൻ്റെ ഈശ്വര, അവനിങ്ങനൊരു അംഗീകാരം കിട്ടിയല്ലോ. ദൈവത്തിനോട് നന്ദി പറയുന്നു, ജൂറിയോട് നന്ദി പറയുന്നു. ഇതിന് അവനെ കാരണക്കാരാക്കിയ 100ഓളം അല്ല, ലക്ഷോപലക്ഷം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് നന്ദി പറയുന്നു. സത്യം, അവൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ചുമ്മാതല്ല, ഒരുപാട് ഹോംവർക്ക് ചെയ്ത് എല്ലാവരും ഈ ചില്ലറ വിമർശനങ്ങളത് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. ഒരു 10-15 ദിവസമായിട്ട് കുറേ വിമർശനം. മെലിഞ്ഞാൽ മതിയോ, താടി വളർത്തിയാൽ മതിയോ എന്നൊക്കെ ഓർത്ത് ചോദിച്ചു. അല്ല, പിന്നെ വിളിച്ചു, ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ എനിക്കത് ഞാനീ പറഞ്ഞിട്ടൊരു നിറഞ്ഞ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. എനിക്കങ്ങനെ ഈ പടത്തിന് പൃഥ്വിക്കൊരു അംഗീകാരം കിട്ടണം. കാരണം അവനവിടെ പോയി കിടന്ന് ആ കൊറോണയുടെ കാലത്ത് കഷ്ടപ്പെട്ടതും 10-30 കിലോ കുറച്ചതും അതൊക്കെയാണോ അഭിനയം എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. അതും അഭിനയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എന്തിനാ 30 കിലോ കുറയ്ക്കുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ആ കഥ, സത്യം പറയുകയാണെങ്കിൽ ചില രംഗങ്ങൾ രാജു കരഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുന്ന അതൊക്കെ ഒരു അമ്മയാണ് സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് ഞാൻ കരഞ്ഞുപോയി, കണ്ണ് നിറഞ്ഞു എനിക്ക്. അതൊന്ന് അതുപോലെ എനിക്ക് ജൂറി എടുക്കാൻ നന്ദിയുണ്ട്. നമ്മുടെ ആ ഗോകുലിനെ മെൻഷൻ ചെയ്തതിൽ എടുക്കം മോനത് നല്ല രസമായിട്ട്. കാരണം അതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഇത്രയും നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് ജൂറി ഏകകണ്ഠമായി എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ അതിനൊരു വലിയ അഭിമാനം തോന്നുന്നു. 8 അവാർഡ് കിട്ടി. ബ്ലെസ്സിയോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ എത്ര വർഷത്തെ അധ്വാനമായത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് നജീബ് എന്ന കഥാപാത്രം പൃഥ്വിക്ക് കിട്ടി. പൃഥ്വി അത് നന്നായിട്ട് ചെയ്തു. ഞാൻ വിമർശനങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഇതിനകത്ത് എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അവൻ്റെ ശബ്ദം മാറ്റി, അവൻ്റെ ചേഷ്ടകൾക്ക് ഒരു പൃഥ്വിരാജ് എന്നുള്ള ലെവലിൽ നിന്ന് മാറി, കരച്ചിൽ വരെ വേറൊരു സ്റ്റൈലാണ്. അവർ ഈ മൃഗങ്ങളുടെ കൂടെ കഴിഞ്ഞ് കണ്ടപ്പോഴേ നജീബ് അനുഭവിച്ച ദുരന്തങ്ങളൊക്കെ അയ്യോ, ഞാൻ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു എനിക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്നൊക്കെ. അപ്പം ആറാട്ടുപുഴ സൈഡിലെവിടെയാണ് അദ്ദേഹം താമസം എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് ഈ കാലിലെ അസുഖം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മെയ് മുതലാണ് 2ാമത് അഭിനയിക്കാൻ തുടങ്ങിയത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. കാരണം എങ്ങനെ ആ സഹധർമ്മിണി അദ്ദേഹത്തിൻ്റെ സഹിച്ച് ഇത്രയും വർഷക്കാലം ഇരുന്നു, ഒരു സ്ത്രീകൾക്ക് പെട്ടെന്ന് സാധ്യമാകുന്നൊരു കാര്യമല്ല അത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ പടച്ചമ്പരാനൊരു അനുഗ്രഹം ഉണ്ടായി. എങ്ങനെയോ നജീബ് രക്ഷപ്പെട്ട് വീട്ടിൽ. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ രീതിയും ഒന്നും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊക്കെ മുകളിലൊരാളുണ്ട്, അദ്ദേഹം ആ വഴി കൊണ്ടുപോയിക്കോളും എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. രാജു ഇപ്പം ബോംബെയിൽ ഒരു ഹിന്ദി പടത്തിന് ഷൂട്ടിങ് നടക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ തൊട്ടിങ്ങനെ അവിടെ അങ്ങോട്ട് വിളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. വിളിച്ച് ഈയിടെ പല പറയുന്നുണ്ട് ചാനലിൽ മോൻ കണ്ടിരുന്നു ലൈവായിട്ട് സംസാരിച്ചതൊക്കെ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, മോനെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വിളിച്ച് പറയുന്നു നീയും ഫൈനൽ ലിസ്റ്റിലാണ്. ആ ഫൈനൽ ലിസ്റ്റല്ലല്ലോ, അവസാനം പുറത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. മോനിങ്ങനെ അത് കേട്ടാണ് ഓവർ എക്സൈറ്റഡ്. എനിക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ ആട് ജീവിതത്തിന് രാജുവിനൊരു അംഗീകാരം കിട്ടണേ എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞെന്ത് മാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള ഒരാഗ്രഹവും ഉള്ളിലെ വിഷമവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടമായി പോയേ. വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതൊക്കെയാണ്. മെലിഞ്ഞു, താടി വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ മെലിഞ്ഞാലും താടി വെച്ചാലും വാള് പിടിച്ചാലും കുതിരപ്പുറത്ത് വന്നാലും ഒക്കെ അഭിനയമല്ലേ. ഇപ്പം അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എത്രയോ സിനിമ പറയണം. പക്ഷേ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന് പറയാനൊക്കത്തില്ല. എൻ്റെ മോൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ അംഗീകാരം ദൈവം തമ്പുരാൻ കൊടുത്തത് ആ ജൂറിയിലൂടെ. പക്ഷേ ഇത്തവണ ജൂറിക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് മോനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ മെൻഷനിങ് ആ ഗോകുലിന് വന്നില്ലേ. സത്യം, മോൻ അത് അർഹിക്കുന്നുണ്ട്. കാരണം മോൻ്റെ സീനുകൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. വിളിച്ചായിരുന്നു. അയ്യോ, എൻ്റെ മോനോട് ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കല് കൂടുതലും. അമ്മേ എന്ന് പറയുന്നതല്ലാതെ എന്തോ ഇങ്ങോട്ട് പറയുന്നത് സന്തോഷം. എല്ലാവർക്കും സന്തോഷം. മോനെ ഒരു അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു പടമാണ് ആടുജീവിതമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മറ്റ് ഈ പറയുന്ന ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കും, ആ കിളി പൊളിറ്റിക്സ്, മറ്റേത് വിഭാഗീയത, മറ്റേത് ഇതൊക്കെ പറയാമെങ്കിലും ഇതിപ്പോൾ ഒന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ ജൂറിയോട് എനിക്ക് നന്ദിയുണ്ട്. ബ്ലെസ്സിയോട് ഏറ്റവും ആദ്യം കടപ്പാട് നന്ദി ബ്ലെസ്സിയോടുണ്ട്, ബെന്യാമിനോടുണ്ട്. ഈ കഥാപാത്രം അവനിൽ വിശ്വാസപൂർവ്വം അങ്ങ് കൊടുത്തതിന് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് നിൽക്കുമ്പോൾ എനിക്കങ്ങ് മനസ്സനുവദിക്കുന്നില്ല, വേഗം വീട്ടിൽ പോകണം എന്നുള്ള ഒരു ശരി.